ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരു ആപ്പിൾ ടി വി കുറിച്ചാണ്. അപ്പോൾ നമുക്കൊരു ആപ്പിൾ ടി വി എങ്ങനെ സെറ്റപ്പ് ആക്കി എടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനിത് രണ്ട് ആപ്പിൾ ടി വിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 4th ജനറേഷനും ഒരു 2nd ജനറേഷനും. അപ്പോൾ ഈ കാണുന്നത് 4th ജനറേഷനാണ്. ഇതിൻ്റെ മോഡൽ നമ്പർ എന്ന് പറയുന്നത് A1625 ആണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ചിപ്പ് എന്ന് പറയുന്നത് A8 ആണ്. രണ്ടാമത്തെ മോഡൽ എന്ന് പറയുന്നത് A2169 ആണ്. ഇത് 2nd ജനറേഷനാണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ചിപ്പ് എന്ന് പറയുന്നത് A12 ആണ്. ബയോണിക് ചിപ്പാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. രണ്ടും 64 ബിറ്റ് ആണ്. അപ്പോൾ നമ്മളിന്ന് കൂടുതൽ ഡീറ്റെയിൽ നോക്കാൻ പോകുന്നത് ഈ ആപ്പിൾ ടി വിയാണ് 2nd ജനറേഷൻ. ഇതാണ് അറ്റ്മോസ് സപ്പോർട്ട് ഉള്ളത്. ഇത് അറ്റ്മോസ് അല്ല, ഇത് ഡോൾബി 7.1 മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിതിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണ് നോക്കാം. ഇതാണ് 2nd ജനറേഷൻ ആപ്പിൾ ടി വി. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ റിമോട്ട് ഫങ്ഷൻസ് എന്തൊക്കെയാണ് നോക്കാം. ഇതിൽ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് പവർ ബട്ടണാണ്. ഈ കാണുന്നത് ഇതിൻ്റെ മൈക്കാണ്. സിറി ഓപ്ഷന് വേണ്ടിയാണ് മൈക്ക് കൊടുത്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് ഇതിൻ്റെ ക്ലിക്ക് പാഡ്. അത് ടച്ച് എനേബിൾഡ് ആണ് ഈ ക്ലിക്ക് പാഡ്. ഇത് ബാക്ക് ഫങ്ഷൻ. ഇത് പ്ലേ പോസ്, മ്യൂട്ട്, വോളിയം അപ്പ് ആൻഡ് ഡൗൺ. ഇത് ഹോം ബട്ടൺ പ്രസ് ചെയ്യാനുള്ളതാണ്, ബാക്ക് ടു ഹോം. ഇത് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ പേജായിട്ട് ചേഞ്ച് ചെയ്യാനും പറ്റും. പിന്നെ ഇത് സിറി ഓപ്ഷനാണ്, വോയിസ് കമാൻഡ് ഉള്ളത്. ഈ റിമോട്ട് റീചാർജബിൾ ആണ്. ലൈറ്റിംഗ് കണക്ടർ ഉപയോഗിച്ച് നമുക്കിത് റീചാർജ് ചെയ്യാം. ഇനി ആപ്പിൾ ടി വിയിലോട്ട് വരികയാണെങ്കിൽ ആപ്പിൾ ടി വിയിൽ മെയിനായിട്ട് 3 പോർട്ടാണുള്ളത്. ഒന്ന് പവർ ബട്ടൺ, ഒരു HDMI കണക്ടർ, മൂന്നാമത്തെ ഇൻ്റർനെറ്റിൻ്റെ കേബിൾ കൊടുക്കാം. ഇത് വൈഫൈയിലും വർക്ക് ചെയ്യും, ഇൻ്റർനെറ്റ് കേബിൾ ഉപയോഗിച്ചും വർക്ക് ചെയ്യിപ്പിക്കാം. ഈ മോഡലിൽ ഒരു ഫാൻ വരുന്നുണ്ട്. ഇതിൻ്റെ പ്രോസസ്സർ A12 ആയതുകൊണ്ട് ഒരു ഫാനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം. ഈ ആപ്പിൾ ടി വി അറ്റ്മോസ് സപ്പോർട്ടാണ്. ഇതിൽ യൂസ് ചെയ്യേണ്ട കേബിൾ എന്ന് പറയുന്നത് ഹൈ സ്പീഡ് സപ്പോർട്ട് ചെയ്യുന്ന കേബിളാണ് ഇതിൽ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇനി ചെയ്യേണ്ടത് റിമോട്ട് പെയറിംഗ് ആണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ റിമോട്ട് പെയർ ചെയ്യാൻ വേണ്ടി ഫോണിൽ നമുക്ക് ഈ മെനു ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക, അല്ലെങ്കിൽ ഈ ബാക്ക് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക. ഓക്കെ, ഇപ്പോൾ പെയർ ആയിട്ടുണ്ട്. ഇത് ബ്ലൂടൂത്ത് വഴിയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് ലാംഗ്വേജ് സെറ്റപ്പാണ്. ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള ലൊക്കേഷൻ സെലക്ട് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കൊടുക്കുന്നുണ്ട്. കണ്ടിന്യൂ കൊടുക്കാം. ഓട്ടോമാറ്റിക്കൽ സെറ്റപ്പ് ആപ്പിൾ ടി വി ആണ്. നമുക്ക് ഐഫോണും അല്ലെങ്കിൽ ഐപാഡ് ഉപയോഗിച്ചും കണക്ട് ചെയ്യാം, അതല്ലെങ്കിൽ മാനുവലി ആയിട്ടും കണക്ട് ചെയ്യാം. സെറ്റപ്പ് മാനുവലി. ഇത് സിറി ഫംഗ്ഷനാണ്. നമുക്കിപ്പോൾ വേണമെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെയും ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പോൾ തൽക്കാലം ഡോണ്ട് യൂസ് സിറി കൊടുക്കുന്നുണ്ട്. ഇത് തന്നെ വൈഫൈ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ നെറ്റ്വർക്ക് കേബിൾ ആയാലും കുഴപ്പമില്ല. ഈ പേജിൽ നമ്മൾ ചോദിക്കുന്നത് ആപ്പിൾ ID ആണ്. ആപ്പിൾ ID ഉണ്ടെങ്കിൽ നമുക്കിവിടെ എൻ്റർ ചെയ്യാം. അതല്ല എങ്കിൽ നമുക്ക് സ്കിപ്പ് ദി സ്റ്റെപ്പ് കൊടുത്തും മുമ്പോട്ട് പോകാൻ പറ്റും. പക്ഷേ സ്കിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അത് അഡ്വൈസ് അല്ല. കാരണം ആപ്പിൾ ID എൻ്റർ ചെയ്യാതെ നമുക്കിതിൽ ഒരു ആപ്ലിക്കേഷനും യൂസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഞാൻ തൽക്കാലം എൻ്റെ ഒരു ആപ്പിൾ ID കൊടുത്ത് എൻ്റർ ചെയ്യാം. അപ്പോൾ ഇതിലൊരു ആപ്പിൾ ID എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ആക്സെപ്റ്റ് ചെയ്യാം. അടുത്ത പേജിൽ നമുക്ക് ലൊക്കേഷനാണ്. ലൊക്കേഷൻ നമുക്ക് വേണമെങ്കിൽ എനേബിൾ ചെയ്യാം, അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യാം. ഞാനിപ്പോൾ എനേബിൾ ചെയ്തിട്ടുണ്ട്. ഇത് ഓപ്ഷനാണ്. നമുക്ക് വേണമെങ്കിൽ ഡോൺ സെൻഡ് കൊടുക്കാം. ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി. ഇതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. ഇത് നോട്ട് നൗ കൊടുത്ത് വിടാം. നമുക്ക് ഏത് റൂമിലാണ് ഇത് യൂസ് ചെയ്യുന്നതാണ് ഇത് ചോദിക്കുന്നത്. നമുക്ക് ഇതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് കസ്റ്റമായിട്ട് നമുക്ക് പുതിയ റൂമിൻ്റെ പേരും ആഡ് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം ഞാൻ ലിവിങ് റൂം കൊടുത്ത് വിടാം. ഇത് സ്ക്രീൻ സേവറാണ്. ഇത് ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ചോദിക്കുന്നത്. ഓട്ടോമാറ്റിക് ഡൗൺലോഡ് അല്ലെങ്കിൽ നോട്ട് നൗ ഏതാണെന്ന് വെച്ചാൽ നമുക്കിതിൽ കൊടുക്കാം. അപ്പോൾ ഇതാണ് ആപ്പിളിൻ്റെ ഇൻ്റർഫേസ്.
ഫസ്റ്റ് കാണുന്നത് ആപ്പിൾ ടി വി ആണ്. ആപ്പിൾ ടി വിയുടെ ഒരു സൈറ്റാണ്. ഇതിൽ നമുക്ക് മൂവീസ് എല്ലാം വാച്ച് ചെയ്യാൻ പറ്റും. ഇത് കൂടാതെ മൂവീസ് എന്നുള്ള ഓപ്ഷനും സെപ്പറേറ്റ് ഉണ്ട്. രണ്ടാമത്തത് ഗെയിമാണ്. നമുക്ക് ഇഷ്ടമുള്ള ഗെയിം ഡൗൺലോഡ് ചെയ്ത് പ്ലേ ചെയ്യാൻ പറ്റും. മൂന്നാമത് ഫോട്ടോസ്, പിന്നെ ഫേസ് ടൈം, പിന്നെ ആപ്പിൾ മ്യൂസിക്. ഇതതിൻ്റെ ആപ്പ് സ്റ്റോറാണ്. ഇതിൽ നമുക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഗെയിംസ് ആയാലും ആപ്സ് ആയാലും നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇതുകൂടാതെ സെർച്ചിൽ പോയിട്ടും നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ നമുക്ക് അത്യാവശ്യം കുറച്ച് ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്യാൻ ഈസിയാണ്. ഏത് ആപ്ലിക്കേഷനാണ് വേണ്ടത് അത് ക്ലിക്ക് ചെയ്യുക. ഈ ഡൗൺലോഡ് ബട്ടണിൽ ടാപ്പ് ചെയ്താൽ അത് ഇൻസ്റ്റാൾ ആവും. അത് ഇൻസ്റ്റാൾ ആവുന്ന സമയത്ത് തന്നെ നമുക്ക് ബാക്ക് പോയിട്ട് വീണ്ടും വേറെ ആപ്ലിക്കേഷൻസും ഒരേ സമയം തന്നെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻസ് എല്ലാം ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇനി എൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് വളരെ പ്രധാനപ്പെട്ട സെറ്റിങ്സ് മാത്രം ഒന്ന് ഓടിച്ച് നോക്കാം. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പോയി കഴിഞ്ഞാൽ ബോറിംഗ് ആണ്. ഫസ്റ്റ് ജനറലാണ്. ജനറലിൽ പോയിട്ട് നമുക്ക് എബൌട്ട് പോയി കഴിഞ്ഞാൽ ആപ്പിൾ ടി വിയുടെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. മോഡൽ നമ്പർ കിട്ടും, സീരിയൽ നമ്പർ, പിന്നെ ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ, പിന്നെ ലിവിങ് റൂം. പേര് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള പേര് വേണമെങ്കിൽ എഡിറ്റ് ചെയ്ത് ചേഞ്ച് ചെയ്യാം. പേരിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം നമ്മൾ എയർപ്ലേ കണക്ട് ചെയ്യുമ്പോൾ ഈ ആപ്പിൾ ടി വി ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഈ പേരിലാണ്. പിന്നെ ഒരു സ്ക്രീൻ സേവറാണ്. സ്ലീപ്പ് ആഫ്റ്റർ എന്നുള്ളത് നമുക്ക് ടൈം വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, അതല്ലെങ്കിൽ നെവർ കൊടുക്കാം. പിന്നെ സിറിയുടെ ഓപ്ഷൻ ഉണ്ട്. സിറി ഇപ്പോൾ ഓഫാണ്. നമ്മൾ പിന്നെ വേണമെങ്കിൽ ഓൺ ചെയ്യാം. യൂസർ അക്കൗണ്ട്, ഓഡിയോ വീഡിയോ. നമ്മൾ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു മോണിറ്റർ അല്ലെങ്കിൽ AV റിസീവറിൽ കണക്ട് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ അറ്റ്മോസ് എന്നുള്ളത് കാണിക്കും. ഇത് എയർപ്ലേ ആണ്. ഇത് റിമോട്ടിൻ്റെ ഫംഗ്ഷനാണ്. നമുക്ക് വേറെ റിമോട്ട് പെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൂടാതെ ഈ ബാറ്ററി ചാർജിങ്ങിൻ്റെ പെർസെൻറ്റേജും എന്നുള്ളത് അറിയാൻ പറ്റും. ഈ കാണുന്ന ആപ്സിൻ്റെ ഒരു സെറ്റിങ്സ് ആണ്. ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആപ്സ് എന്നും ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾ ആപ്സ് എന്നും രണ്ട് ഓപ്ഷൻ ഉണ്ട്. അതിൽ ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾ ആപ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ആപ്പിൾ ടി വിയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷനും ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾ ആവും. അത് വലിയൊരു പേജായിട്ട് മാറും. അതുകൊണ്ട് നമുക്ക് അത് ഓഫാക്കി വയ്ക്കാം. ആവശ്യമുള്ളത് മാത്രം നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇത് നെറ്റ്വർക്കാണ്. നമുക്ക് വൈഫൈ ആണെങ്കിൽ ഇതിൽ പോയിട്ട് വൈഫൈ കണക്ട് ചെയ്യാം. അതല്ല എങ്കിൽ ഇഥർനെറ്റ് കേബിൾ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലായിട്ട് നെറ്റ് കണക്ട് ആയിക്കോളും. ഇനി നോക്കാൻ പോകുന്നത് സിസ്റ്റമാണ്. സിസ്റ്റം ടാപ്പ് ചെയ്യുമ്പോൾ കാണുന്ന ഫസ്റ്റ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് 2 മാസം കൂടുമ്പോൾ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉണ്ടാവും. ഇത് നമുക്ക് സിസ്റ്റം ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ഓൺ ഓഫ് ചെയ്യാൻ പറ്റും. ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇടയ്ക്ക് വരുന്ന അപ്ഡേറ്റ് ഓട്ടോമാറ്റിക്കാണ് ഇൻസ്റ്റാൾ ആയിക്കോളും. അതല്ല എങ്കിൽ ഓഫ് ചെയ്ത് വയ്ക്കാം. നമ്മൾ മാനുവലി വന്ന് സിസ്റ്റം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യണം. ഇതിപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ലേറ്റസ്റ്റ് ഏതാണെന്നുള്ളത്. ഇപ്പോൾ ഇതിലുള്ളത് 17.6 ആണ്. ഇതാണ് ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ. അത് കഴിഞ്ഞാൽ സിസ്റ്റം റീസെറ്റ് ചെയ്യാനുള്ളതാണ്. റീസെറ്റിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് റീസെറ്റ് ആൻഡ് അപ്ഡേറ്റ്, അടുത്തത് റീസെറ്റ് ആൻഡ് അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ റീസെറ്റ് ആയിട്ട് പുതിയ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളായി വരും. പിന്നെയുള്ള റീസ്റ്റാർട്ട്. ഏറ്റവും ലാസ്റ്റ് ഉള്ളത് സ്ലീപ്പ് നാവ് ആണ്. സ്ലീപ്പ് നാവ് കൊടുത്തു കഴിഞ്ഞാൽ ആപ്പിൾ ടി വി സ്ലീപ്പ് മോഡിലോട്ട് പോകും. അപ്പോൾ ഇത്രയാണ് ഈ പ്രധാനമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സ്. എല്ലാ സെറ്റിങ്സും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോയിട്ടില്ല, കാരണം അത് ഒരുപാട് ലെങ്തി ആയിപ്പോകും വീഡിയോ. റിമോട്ടിൽ ഇതിൻ്റെ ഹോം ബട്ടൺ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ പേജായിട്ട് സ്വാപ്പ് ചെയ്ത് നോക്കാൻ പറ്റും. ലാസ്റ്റ് നമ്മൾ ഓണാക്കി വെച്ച ഈ പേജിൽ എന്തൊക്കെയാണ് അതൊക്കെ നമുക്കതിൽ കാണാൻ പറ്റും. നമുക്കിപ്പോൾ മൂവീസൊന്നും ഇതിൽ പ്ലേ ചെയ്യാൻ പറ്റില്ല, കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂകളുണ്ട്. അപ്പോൾ തൽക്കാലം നമുക്ക് നമ്മൾ ചാനലിൻ്റെ ഒരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് മൂവീസ് എടുക്കാം. മൂവീസ് എടുക്കുമ്പോൾ 2 ഓപ്ഷനാണ് കിട്ടുന്നത്. ഒന്ന് ഗോ ടു സ്റ്റോറും ഗോ ടു പർച്ചേസും. അപ്പോൾ പർച്ചേസ് ചെയ്ത മൂവീസെല്ലാം, പർച്ചേസും റെൻറ്റ് ചെയ്ത മൂവീസെല്ലാം ഇതിലാണ് വരുന്നത്. ഗോ ടു സ്റ്റോർ കൊടുത്തു കഴിഞ്ഞാൽ ആപ്പിളിൻ്റെ മൂവി സ്റ്റോറിലോട്ട് പോകും. ഇതിൽ നിന്ന് നമുക്ക് ആപ്പിൾ TV+ലോട്ടും ഡയറക്റ്റ് സ്വാപ്പ് ചെയ്യാൻ പറ്റും. ഹോം പേജിൽ പോയാലും നമുക്ക് മൂവീസ് കാണാൻ പറ്റും.
ഇനി നമുക്ക് ഈ ആപ്പിൾ ടി വി ഒരു AV പ്രോസസ്സർ കൊടുത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ആപ്പിൾ ടി വി ഒരു AV പ്രോസസ്സറിൽ കണക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള റോട്ടലാണ്, റോട്ടലിൻ്റെ AV പ്രോസസ്സറാണ്. അപ്പോൾ ഇതിൽ 6 ഇൻപുട്ടാണ് ഉള്ളത് HDMI. അതിൽ ഇൻപുട്ട് 1ൽ നമുക്ക് ആപ്പിൾ ടി വിയുടെ ലൈൻ കൊടുക്കാം. ഇനി ഇതിൻ്റെ ഔട്ട് മോണിറ്ററിൽ നിന്ന് പറഞ്ഞ ലൈനിൽ കണക്ട് ചെയ്യാം. ഇത് നമുക്ക് മൾട്ടി ഇൻപുട്ട് ഉണ്ട്, മൾട്ടി ഔട്ടും ഉണ്ട്. ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ്, റിയർ ലെഫ്റ്റ് റൈറ്റ്, പിന്നെ സെൻറ്റർ ബാക്ക് ലെഫ്റ്റ് റൈറ്റ്, സെൻറ്റർ 2 ഉണ്ട്. അതേപോലെ സബും 2 ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ AV റിസീവർ ഔട്ട് വഴിയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. നമുക്ക് മൂവീസ് എടുത്ത് അതിൽ ഏതെങ്കിലും ഒരു ട്രെയിലർ നോക്കാം. വീഡിയോ പ്ലേ ചെയ്യാൻ പറ്റില്ല, കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂകളുണ്ട്. ഇപ്പോൾ AV റിസീവറിൽ കാണിക്കുന്നത് ആപ്പിൾ ടി വി ഡോൾബി PLX ആണ്. നമുക്കൊരു മൂവി സെലക്ട് ചെയ്തിട്ട് ഇതിൽ എന്ത് ഓപ്ഷനാണ് മാറുന്നത് ചെക്ക് ചെയ്ത് നോക്കാം. ആപ്പിൾ ടി വി മൂവീസ് കാണാൻ വേണ്ടി നമുക്ക് 2 ഓപ്ഷനുള്ളത്. ഒന്ന് ബൈ ഉണ്ട്, രണ്ടാമത് റെൻ്റാണ്. റെൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1 മാസം വരെ അതിന് കാലാവധി ഉണ്ടാകും. 1 മാസത്തിനകത്ത് എപ്പോഴെങ്കിലും കണ്ടു തീർത്താൽ മതി. ഒരിക്കൽ ജസ്റ്റ് പ്ലേ ചെയ്താൽ ആ ഒരു 24 മണിക്കൂറിനകത്ത് അത് കണ്ടു തീർക്കണം. അതാണ് റെൻറ്റിനുള്ള ലിമിറ്റേഷൻ. ബൈ ചെയ്താൽ നമ്മൾ അക്കൗണ്ടിൽ എപ്പോഴും ആ മൂവി ഉണ്ടാവും. നമുക്ക് ആപ്പിളിൻ്റെ ഏത് ഡിവൈസിലും നമുക്കത് പ്ലേ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിലിപ്പോൾ ഓട്ടോമാറ്റിക് മൾട്ടി ചാനലിലോട്ട് മാറിയിട്ടുണ്ട്. മൾട്ടി ചാനൽ എന്ന് പറയുമ്പോൾ നമുക്ക് 7.2 ആണ് ഇതിൽ കിട്ടുന്നത്. ഈ ആപ്പിൾ ടി വിയിൽ റിമോട്ട് ഇല്ലെങ്കിലും നമുക്ക് iPhone അല്ലെങ്കിൽ iPodൽ നമുക്ക് ഇതിൻ്റെ റിമോട്ടിൻ്റെ ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയെന്ന് കൂടെ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു iPod എടുത്തിട്ടുണ്ട്. iPodൽ സെറ്റിങ്സിൽ കൺട്രോൾ സെൻറ്ററിൽ ആപ്പിൾ ടി വിയുടെ റിമോട്ടിൻ്റെ ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഓൾറെഡി ആഡാണ്, അതുകൊണ്ടാണ് ഇതിങ്ങനെ കാണിക്കുന്നത്. നമുക്കിനി ബാക്ക് അടിച്ചിട്ട് എൻ്റെ കൺട്രോൾ സെൻറ്റർ എടുത്ത് നോക്കാം. ഇതാണ് റിമോട്ടിൻ്റെ ഫംഗ്ഷൻ. സെലക്ട് ചെയ്യുക, ആപ്പിൾ ടി വിയുടെ പേര് വരും, അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ആപ്പിൾ ടി വി കണക്റ്റാണ്. ഇപ്പോൾ നമുക്ക് റിമോട്ടിലെങ്കിലും നമ്മൾ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ID ഒക്കെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇതാണ് ഏറ്റവും ഈസി. റിമോട്ടിൽ യൂസ് ചെയ്യുന്നത് കുറച്ച് പാടാണ്. അതുകൂടാതെ ഇതിൽ വേറെ എക്സ്റ്റേണലായിട്ട് ഒരു ഡിവൈസും കണക്ട് ചെയ്യാൻ പറ്റില്ല. ആൻഡ്രോയിഡ് ഒരു ഡിവൈസും കണക്ട് ചെയ്യാൻ പറ്റില്ല. USB ഒന്നും സപ്പോർട്ടില്ല. അത് ആപ്പിളിൻ്റെ ഡിവൈസിൽ മാത്രമായിട്ട് എയർപ്ലേ സപ്പോർട്ടും ഉണ്ട്, വീഡിയോ ഷെയറിങ്ങും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് സ്ക്രീൻ മിററിങ്. ഇത് പ്രസ് ചെയ്യുമ്പോൾ ആപ്പിൾ ടി വിയുടെ ഇത് പേര് കാണിക്കും, അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ മിററായിട്ട് നമ്മൾ ഇനി ഏത് വീഡിയോ പ്ലേ ചെയ്താലും കറക്റ്റ് ഫുൾ സ്ക്രീനിലും യൂസ് ചെയ്യാൻ പറ്റും.